സമുദ്രത്തിന്റെ ഇരമ്പൽ കിഴക്കുന്ന ആഡംബരമുറി. വെളുത്ത കർട്ടനുകൾക്കിടയിലൂടെ സൂര്യപ്രകാശം അകത്തേക്ക് ഇരച്ചു കയറുന്നു. പൂജ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അവളുടെ മുഖത്ത് ഒരു തരം മരവിപ്പാണ്. കതകിൽ മൃദുവായി തട്ടുകേട്ടു. മേരിയുടെ ശബ്ദം പുറത്തുനിന്ന് കേട്ടു. "ഗുഡ് മോർണിംഗ് മാഡം, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി." പൂജ ഒന്നും മിണ്ടാതെ ജനലിൽ പോയി നിന്നു. കുറച്ചു കഴിഞ്ഞ് വാതിൽ തുറന്ന് മേരി ട്രേയുമായി അകത്തേക്ക് വന്നു. ടേബിളിൽ ആഹാരം വെച്ച് അവൾ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞു. പൂജയ്ക്കൊന്നും മനസ്സിലായില്ല. അവൾ വെറുതെ തലയാട്ടി. മേരി പോയി കഴിഞ്ഞ് വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്ന ശബ്ദം പൂജ കേട്ടു. ഉച്ചസമയം 2 മണി. പൂജ മുറിയിൽ തനിച്ചാണ്. അവൾക്ക് അവിടെയുള്ള പുസ്തകങ്ങൾ എടുത്തു നോക്കി. പെട്ടെന്ന് വാതിൽ തുറന്ന് ഡേവിഡ് അകത്തേക്ക് വന്നു. അവൻ കോട്ടും സ്യൂട്ടും മാറ്റി വളരെ ക്യാഷ്വലായ ഒരു ലുക്കിലാണ്. മുഖത്ത് വശ്യമായ ആ പുഞ്ചിരിയുണ്ട്. "എന്താ, വായനയിലാണോ? നിനക്ക് മലയാളം പുസ്തകങ്ങൾ വേണമെന്ന് മേരിയോട് പറയണോ?" പൂജ പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റു. അവനെ ദയനീയമായി നോക്കി. എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണം." ഡേവിഡ് പതിയെ അവൾക്കരികിലേക്ക് നടന്നു വന്നു. പൂജ പതുക്കെ പുറകോട്ട് മാറി. ഡേവിഡ് ചിരിച്ചുകൊണ്ട് അവളെ കൈകളിൽ കോരിയെടുത്ത് ഒരു കസേരയിലേക്ക് ഇരുത്തി. എന്നിട്ടവൻ അവളുടെ മുൻപിൽ മുട്ടുകുത്തിയിരുന്നു. "പുറത്തിറങ്ങാനോ? ഈ കടൽക്കാറ്റും ഈ കൊട്ടാരവും പോരെ നിനക്ക്? പുറത്തെ ലോകം ഭീകരമാണ് പൂജ. അവിടെ നിന്നെ ഒരു ശരീരമായി കാണുന്നവർ മാത്രമേയുള്ളൂ. ഇവിടെ നീ എന്റേതാണ്, വെറും എന്റേത് മാത്രം. മറ്റൊരാൾക്കും നിന്നിൽ അവകാശമില്ല." അവൻ അവളുടെ കൈകൾ മെല്ലെയെടുത്ത് തന്റെ കവിളോട് ചേർത്തു. പൂജ കൈകൾ പിൻവലിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ വിട്ടില്ല. കുറച്ചു കഴിഞ്ഞ് അവൻ എണീറ്റ് പുറത്തേക്ക് നടന്നു. അവൻ പോയതും അവൾ ആശ്വാസത്തോടെ ബാൽക്കണിയിലേക്ക് നടന്നു. എത്ര നേരം കടൽ നോക്കി നിന്നെന്നറിയില്ല. പെട്ടെന്ന് ഡേവിഡ് പിറകിലൂടെ വന്ന് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അവന്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകി. പൂജ ഒരു നിമിഷം വിറച്ചുപോയി. "പ്ലീസ്, ഒന്നും ചെയ്യല്ലേ." പൂജ വിറക്കുന്ന ശബ്ദത്തിൽ പതിയെ പറഞ്ഞു. "നീ ഇങ്ങനെ വിറക്കുന്നതെന്തിനാ പൂജ? ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. നിന്റെ ഈ ഗന്ധം അതെന്നിൽ ഭ്രാന്തി പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിന്റെ സമ്മതമില്ലാതെ ഞാൻ നിന്നെ ഒരു ലിമിറ്റിനപ്പുറം ഒന്നും ചെയ്യില്ല." ഡേവിഡ് അവളുടെ പിൻകഴുത്തിൽ അവന്റെ മുഖം അമർത്തി അവളുടെ ചെവിക്കരികിൽ പതിയെ മന്ത്രിച്ചു. അവൻ അവളെ തിരിച്ച് തന്റെ നേരെ നിർത്തി. അവളുടെ കണ്ണുകളിലെ ആഴത്തിലേക്ക് നോക്കി നിന്നു, ചുണ്ടിൽ വശ്യമായ പുഞ്ചിരിയോടെ. എന്നിട്ട് അവളുടെ നെറ്റിയിൽ മൃദുവായി ഒരു ഉമ്മ നൽകി പുറത്തേക്ക് നടന്നു. മുറിയിലെ വെളിച്ചം അണഞ്ഞിരിക്കുന്നു. ബെഡ് ലാമ്പിന്റെ മങ്ങിയ വെളിച്ചത്തിൽ പൂജ കട്ടിലിൽ കിടക്കുകയാണ്. പെട്ടെന്ന് വാതിൽ തുറന്ന് ഡേവിഡ് അകത്തേക്ക് വന്നു. അവൻ ഷർട്ടിന്റെ ബട്ടണുകൾ അഴിച്ചുമാറ്റി ഷർട്ടൂരി അവിടെയുള്ള ചെയറിലേക്കിട്ടു. അവൻ പതുക്കെ പൂജയുടെ കട്ടിലിന്റെ ഒരു വശത്ത് വന്ന് കിടന്നു. പൂജ പേടിയോടെ തെറിച്ചെഴുന്നേറ്റ് അവനെ നോക്കി. "നിങ്ങൾ ഇവിടെ?" ഡേവിഡ് അവളെ തടഞ്ഞുകൊണ്ട് കൈ നീട്ടി അവളെ അവന്റെ അരികിലേക്ക് ചേർത്തു. "ഷ്, മിണ്ടണ്ട. എനിക്ക് വലിയ ക്ഷീണമുണ്ട് പൂജ." അവൻ അവളെ തന്റെ കൈവലയത്തിനുള്ളിൽ ഒതുക്കി പിടിച്ചു. അവളുടെ തല അവന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. പൂജയുടെ ഹൃദയം പടപടാ മിടിക്കുന്നുണ്ട്. അവളുടെ മുടിയകളിൽ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. അവന്റെ ആ പിടുത്തത്തിൽ ഒരു അധികാരം മുഴച്ചു നിന്നു. "ഗുഡ് നൈറ്റ് പൂജ." പൂജ ഇരുട്ടിലേക്ക് നോക്കിക്കിടന്നു. തന്നെ പൂട്ടാത്ത ചെങ്ങലയിട്ട്, എന്നാൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം സ്നേഹവും അധികാരവും കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന ഈ സ്വർണ്ണക്കൂടിനെ കുറിച്ചോർത്ത് അവൾ നിശബ്ദമായി കണ്ണടച്ചു. ക്രീം നിറത്തിലുള്ള തടി കൊണ്ട് അലങ്കരിച്ച വലിയ ഓഫീസ് മുറി. സിഗരറ്റ് പുകയുടെ രൂക്ഷമായ ഗന്ധം അവിടെ പടർന്നു കിടന്നു. വലിയ മേശയ്ക്ക് പിന്നിലെ കറങ്ങുന്ന കസേരയിൽ ഡേവിഡ് ഇരുന്നു. അവന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വൈനുണ്ട്. പൂജ വാതിൽക്കൽ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഡേവിഡ് അവളെ തന്നെ നോക്കി. ഡേവിഡ് വൈൻ ഗ്ലാസ് ടേബിളിൽ വെച്ചുകൊണ്ട് അവളെ നോക്കി. "അവിടെ തന്നെ നിൽക്കാനാണോ ഭാവം? ഇങ്ങോട്ട് അടുത്തുവായോ." പൂജ പതുക്കെ ഓരോ അടിയും പേടിയോടെ വെച്ച് അവന്റെ അടുത്തേക്ക് നടന്നു. അവളുടെ കണ്ണുകളിൽ ഭയം നിഴലിക്കുന്നു. അവൻ എപ്പോഴാണ് തന്റെ നേരെ ചാടി വീഴുകയെന്ന് അവൾ ഓരോ നിമിഷവും ഭയപ്പെടുന്നു. അവൾ മേശക്കരികിലെത്തിയതും ഡേവിഡ് പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ അവളുടെ മുഖത്തിന് തൊട്ടടുത്തേക്ക് വന്നു. പൂജ കണ്ണുകൾ മുറുകിയടച്ചു. ഡേവിഡ് അവളുടെ മുടിയകളിൽ പതുക്കെ വിരലൊടിച്ചു. അവന്റെ ശബ്ദം താഴ്ന്നതെങ്കിലും ഭയപ്പെടുത്തുന്നതായിരുന്നു. "നിന്റെ ഈ കണ്ണുനീർ, അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ലഹരിയാണ് പൂജ." "എന്തിനാ കരയുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ ഇതുവരെ." അവൻ വിരലുകൾ കൊണ്ട് അവളുടെ കണ്ണ് തുടച്ചു. പക്ഷേ ആ സ്പർശനത്തിൽ ഒരു മൃഗത്തിന്റെ വേഗതയും ക്രൂരതയും ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അവൻ അവളുടെ തോളിൽ ബലമായി പിടിച്ച് അവളെ വലിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. അവന്റെ കണ്ണുകളിൽ ആ നീല വെളിച്ചം വന്യമായി ജ്വലിക്കുന്നു. അവൻ അവളുടെ കഴുത്തിൽ മുഖമമർത്തി.
പൂജയുടെ ഹൃദയമിടിപ്പ് അവന് കേൾക്കാം. എനിക്ക് പേടിയാകുന്നു, പൂജ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഡേവിഡ് ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. പേടിക്കണം പൂജെ, നീ എന്നെ പേടിക്കണം. ഡേവിഡ് എബ്രഹാമിനെ പേടിക്കാത്തവരായി മുംബൈയിൽ ആരുമില്ല. നിന്റെ ഈ പേടിയാണ് എനിക്ക് നിന്നോടുള്ള താല്പര്യം കൂട്ടുന്നത്. അവൻ അവളുടെ കവിളിൽ പതുക്കെ കടിച്ചു. അവളൊന്ന് വിങ്ങിക്കരഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം അവൻ അവളെ വിട്ടുമാറി. അവന്റെ മുഖത്ത് ഒരു വേട്ടക്കാരന്റെ ഭാവമായിരുന്നു. അവൻ വീണ്ടും ആ കസേരയിൽ പോയിരുന്ന് വൈൻ ഗ്ലാസ് കയ്യിലെടുത്തു. പൂജ മുറിയിൽ നിന്നും പുറത്തിറങ്ങി കോറിഡോറിലൂടെ നടക്കുകയാണ്. മേരിയെ കണ്ടെങ്കിലും അവളൊന്നും മിണ്ടിയില്ല. പെട്ടെന്നൊരു വശത്തെ വാതിൽ തുറന്ന് ഡേവിഡ് പുറത്തേക്ക് വന്നു. അവൻ പുറത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. വില കൂടിയ സ്യൂട്ടിൽ അവൻ അതീവ സുന്ദരനാണ്. പൂജ അവനെ കണ്ടതും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ഡേവിഡ് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ ബൂട്ടുകളുടെ ശബ്ദം മാർബിൾ തറയിൽ മുഴങ്ങുന്നു. പൂജ പുറകോട്ട് നീങ്ങി ചുവരിൽ തട്ടി നിന്നു. ഡേവിഡ് അവളുടെ ഇരുവശത്തും കൈകൾ വെച്ച് അവളെ തടഞ്ഞു വെച്ചു. എന്താ പൂജെ, രാത്രി ഉറക്കം വന്നില്ലേ? നിന്റെ കണ്ണുകൾ വീർത്തിട്ടുണ്ടല്ലോ. അവൻ അവളുടെ മുഖത്തേക്ക് തന്റെ മുഖം അടുപ്പിച്ചു. അവന്റെ കണ്ണുകളിലെ വന്യത പൂജയെ ശ്വാസം മുട്ടിച്ചു. അവൻ അവളെ ഉപദ്രവിക്കുമോ എന്ന് അവൾ ഭയന്നു. പക്ഷെ ഡേവിഡ് അവളുടെ കാതോരം ചെന്ന് പതുക്കെ മന്ത്രിച്ചു. ഇന്ന് ഞാൻ വൈകും. റൂമിൽ എനിക്കായി കാത്തിരിക്കണം. നീ അവിടെയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നിനക്കറിയാമല്ലോ. അവൻ ക്രൂരമായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഭീഷണിയും അധികാരവും നിറഞ്ഞു നിന്നു. അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ ഒന്ന് തട്ടി അവിടുന്ന് നടന്നു നീങ്ങി. പൂജ തളർന്ന് ചുവരിലൂടെ നിലത്തേക്കിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീർ ഒഴുകി. ഡേവിഡ് പറഞ്ഞതുപോലെ പൂജ അവന്റെ മുറിയിൽ കാത്തിരിക്കുകയാണ്. മുറിയിൽ വെളിച്ചം കുറവാണ്. പുറത്ത് ഇടിമിന്നൽ വെട്ടുന്നുണ്ട്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് പൂജ ഞെട്ടി എഴുന്നേറ്റു. ഡേവിഡ് അകത്തേക്ക് വന്ന് അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് അവന്റെ നടപ്പിൽ നിന്നും അവൾക്ക് മനസ്സിലായി. ഡേവിഡ് പൂജയെ കണ്ടതും അവന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. അനുസരണയുള്ള കുട്ടി, എനിക്കിത് തന്നെയാണ് നിന്നിൽ ഇഷ്ടം. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവൻ അവളോടടുത്ത് പെരുമാറുന്നുണ്ടെങ്കിലും അവന്റെ ആ ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൂരത പൂജയെ വിറപ്പിച്ചു. അവൻ അവളെ തന്റെ കൈകളിൽ കോരിയെടുത്ത് കട്ടിലിലേക്കിട്ടു. പൂജ കുതറാൻ ശ്രമിച്ചു. ഡേവിഡ് അവളുടെ മുകളിലേക്ക് അമർന്നു. ഡേവിഡ് എബ്രഹാമിന് തോൽക്കാൻ ഇഷ്ടമല്ല പൂജ. നീ എത്ര എതിർത്താലും അവസാനം നീ എന്റെ മുന്നിൽ അടിയറവ് പറയും. നിന്റെ ഈ ഭയമാണ് എന്റെ വിജയം. അവൻ അവളുടെ കവിളിൽ തന്റെ പരുക്കൻ കൈകൾ കൊണ്ട് തലോടി. പൂജ കണ്ണുകൾ മുറുക്കി അടച്ച് വിങ്ങിപ്പൊട്ടി. ആ രാത്രിയിലെ ആ ഇരുട്ടിൽ ഡേവിഡിന്റെ നെഞ്ചോട് ചേർന്ന് ഭയത്തോടെ പൂജ കണ്ണുകൾ അടച്ചു.